ഏതായാലും അരങ്ങേറ്റം ഗംഭീരമാവണം കേട്ടോ. അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും മോൾക്ക്. ദേവി, വിദ്യാമയിലാ നിൽക്കുന്നത്. മടങ്ങുന്നതിന് മുമ്പ് അവരെ കണ്ടെന്ന് യാത്ര പറയാം. അതെ, അത് ശരിയാ. നമ്മളെ സഹായിച്ചവരല്ലേ. മാത്രമല്ല നല്ല ദൈവികത്വം ഉള്ളവരാ. ഒന്ന് നേരിൽ കണ്ട് യാത്ര പറയുന്നത് നല്ലതാ. അതെ ശരിയാ അമ്മേ. ഇനി എപ്പോഴെങ്കിലും വരുമ്പോ നമുക്കിവിടെ ഒരു പരിചയമാവുമല്ലോ. ചേച്ചി, അതാ ഞാൻ പറഞ്ഞ വിദ്യാമ്മ. ഇന്നലെ ഹാരം സമർപ്പിക്കാൻ നമ്മളെ സഹായിച്ചത് വിദ്യാമ്മയാ. ചേച്ചിയും വാ, പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാ. ഓ, ഞാനില്ല. നിങ്ങൾ പോയി പരിചയം പുതുക്കിയാ മതി. ഞാനിവിടെ എങ്ങനെ നിന്നോളാം. അതെ, അവരുമായി സംസാരിച്ചു നിന്ന് അധികം ലേറ്റ് ആവല്ലേ. റൂമിലെത്തി ഫ്രഷ് ആയിട്ട് നമുക്ക് ഇന്ന് തന്നെ പോകണം. എനിക്കാണെങ്കിൽ ഇവിടെ ബോറായി തുടങ്ങി. ഓ, ഈ ചേച്ചിയുടെ ഒരു കാര്യം. ഇത്രയും പോസിറ്റീവായ ഒരു സ്ഥലത്ത് വന്നിട്ട് ചേച്ചിക്ക് ബോറടിക്കുന്നോ? കഷ്ടം തന്നെ. എനിക്കാണെങ്കിൽ ഇവിടുന്ന് പോവാനേ തോന്നുന്നില്ല. പിന്നെ എന്നാ നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ. ഞാൻ എന്തായാലും ഇന്ന് തന്നെ തിരിച്ചു പോകും. ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ചു പൊളിക്കാൻ പറ്റാത്തതിന്റെ നിരാശയായി ഇവക്ക്. അതെ, അതിന്റെ നഷ്ടം എത്രയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവളിവിടെ നിൽക്കട്ടെ, നമുക്ക് പോയി വിദ്യാമയെ കണ്ടിട്ട് വരാം. ആഹാ, വരൂ വരൂ. എല്ലാരും നന്നായി അമ്മ കണ്ട് തൊഴുതോ? കുറെ നാളത്തെ ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു മൂകാംബിക ദർശനം. നന്നായി തൊഴുതു. ഞങ്ങളിന്ന് മടങ്ങിപ്പോവും. ഇനി വർഷത്തിൽ ഒരു തവണയെങ്കിലും ദേവീ ദർശനത്തിന് ഭാഗ്യം ഉണ്ടാവണമെന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥന അമ്മ സഫലമാക്കി തരട്ടെ. പോകുന്നതിന് മുമ്പ് വിദ്യാമയെയും കണ്ട് യാത്ര പറയാൻ കഴിഞ്ഞല്ലോ. ഞങ്ങൾക്ക് ചെയ്തു തന്ന സഹായത്തിന് നന്ദിയുണ്ട്. ഇനി വരുമ്പോഴും ഉറപ്പായിട്ടും കാണാം. അമ്മ അതിനുള്ള അവസരം ഉണ്ടാക്കട്ടെ. അല്ല, മൂത്ത മോൾ ഇന്നും തൊഴാൻ വന്നില്ലേ? വന്നു, തൊഴുതിട്ടതേ അവിടെ നിൽക്കുക. ചേച്ചിയാകും മൂഡ് ഓഫില. ഫ്രണ്ട്സിന്റെ കൂടെ ഗോവയിൽ പോവാൻ പ്ലാൻ ഇട്ടിരിക്കായിരുന്നു. ആ ട്രിപ്പ് മിസ്സായതിന്റെ സങ്കടത്തിലാള്. അതെയോ? എന്താ ചേച്ചിയുടെ പേര്? ആര്യ. ഈശ്വര, ആര്യായിരുന്നു അത്? ആഹാ, മോൾ ആരെയും അറിയോ? അറിയോന്നോ? എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ അവള്. ഞങ്ങൾ ഒരുമിച്ചാ കോളേജില്. അച്ഛാ, ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരാം. പിന്നെന്താ മോളെ, ഇവിടെ വെച്ച് കാണാൻ പറ്റിയത് നന്നായി. മോള് പോയിട്ട് വാ. കൂട്ടുകാരെ കാണുമ്പോ ആളുടെ സങ്കടമൊക്കെ മാറിക്കോളും. ഇവരിത് എവിടെയാ? ഒരാളെ വിളിച്ചിട്ടും ലൈന് കണക്ട് ആവുന്നില്ലല്ലോ. എല്ലാവരും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് എന്താ പരിപാടി? ആര്യ, എടി, ഇത് ഞാനാ, നന്ദന. മൈ ഗോഡ്, നീ എന്താ ഇവിടെ? നീ അഞ്ജുന്റെയും കീർത്തനയുടെയും രാഹുലിന്റെയും കൂടെ ഗോവയ്ക്ക് പോകുന്നല്ലേ പറഞ്ഞിരുന്നേ? പോകാനായിരുന്നു പ്ലാൻ. പക്ഷേ അവസാനം ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. പപ്പയ്ക്ക് ഇവിടുന്ന് ഒരു കോള് വന്നു, അരങ്ങേറ്റത്തിന് ഒഴിവുണ്ടെന്നും പറഞ്ഞ്. എങ്കിൽ പിന്നെ നേരെ ഇങ്ങോട്ട് വരാന്ന് വെച്ചു. നീയും ഗോവ ട്രിപ്പ് ഇന്ന് സ്കൂട്ടായല്ലേ? എന്റെ കാര്യം നേരത്തെ സംശയമായിരുന്നു. നിന്ന നിൽപ്പിൽ അച്ഛനൊരു ഉൾവിളി, മൂകാംബികയ്ക്ക് വരണോന്ന്. അതുകൊണ്ട് എനിക്ക് ആ ട്രിപ്പ് മിസ് ചെയ്യേണ്ടി വന്നു. അതും ഒരു കണക്കിന് നിന്റെ ലക്കാ മോളെ. നീ ഞാനും ഒക്കെ രക്ഷപ്പെട്ടു പറഞ്ഞാ മതിയല്ലോ. അതെന്താ? അപ്പൊ നീ കാര്യമൊന്നും അറിഞ്ഞില്ലേ? അവരാരും നിന്നെ കോണ്ടാക്ട് ചെയ്തില്ലേ? കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ഞാൻ അവരെ ട്രൈ ചെയ്തോണ്ടിരിക്കുക. ഒരെണ്ണത്തിന് ലൈന് കിട്ടുന്നില്ല. ഞാൻ ആകെ ഇറിറ്റേറ്റഡ് ആയിരിക്കുക. എന്നാ ഇനി നീ അവരെ ട്രൈ ചെയ്യണ്ട. അവരെ കിട്ടാൻ ചാൻസ് കുറവാ. വാട്ട് ഹാപ്പൻ? എന്താ പറ്റിയേ? കീർത്തനയുടെ പപ്പ എന്റെ പപ്പയെ വിളിച്ചിരുന്നു. അവരവിടുത്തെ ഏതോ ഡ്രഗ് ഗ്യാങ്ങിൽ അകപ്പെട്ട് എല്ലാരും ഗോവ പോലീസിന്റെ കസ്റ്റഡിയിലായി. നേരാണോ നന്ദന? അതേന്നേ, കീർത്തനയുടെ പപ്പയാ എന്റെ പപ്പയെ വിളിച്ച് വിവരം പറഞ്ഞത്.
ഞാനും ആ കൂട്ടത്തിലുണ്ടെന്ന് കരുതിയാ വിളിച്ചത്. അപ്പോഴാ പപ്പ പറഞ്ഞത് ഞങ്ങൾ മൂകാംബികയിലാണെന്ന്. ഓ ഗോഡ്. എന്നാലും ഇവർക്കിത് എന്താ പറ്റിയേ?